ജനങ്ങളുടെ വിശപ്പടക്കാൻ കഷ്ടപ്പെടുന്ന നെൽകർഷകർ അവരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ധർണാസമരം നടത്തി. കടുത്തുരുത്തി പഞ്ചായത്ത് പടിക്കലാണ് അപ്പർ കുട്ടനാടൻ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കർഷക ധർണ നടന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക, കർഷകർക്ക് ആവശ്യമായ വിത്തും വളവും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ പഞ്ചായത്ത് ഉപരോധിച്ചത്. മുതിർന്ന കർഷകൻ ശ്രീധരൻ പെരുമ്പാട്ടത്തിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. മാസം തോറും ദിവസം തോറും കൂലി വർധനമാണ് ആവശ്യപ്പെടുന്നത്. തൊഴിലാളികൾ എല്ലാ സഹായ സഹകരണങ്ങളും കഴിയുന്നതിനും ഈ റോഡിന് പടിഞ്ഞാറ് വശം ഉള്ള വിശാലമായ ഭൂപ്രദേശങ്ങൾ വലിയ വെള്ളക്കെട്ടിൽ കഴിഞ്ഞ ജൂൺ മാസം മുതൽ തുടരുകയാണ്. ഇത് മഴയുടെ ആധിക്യം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഈ മിനിഞ്ഞാന്ന് വൈകുന്നേരം കേരളത്തിൽ താമസിക്കാൻ ആരംഭിച്ചവരല്ല നമ്മളൊക്കെ. നമ്മുടെ പൂർവികന്മാരായി നമ്മുടെ തന്നെ കാലയളവിൽ പോലും വളരെ ശക്തമായ തിരിച്ചറിവുള്ള കാര്യമാണ്. വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാരണം മഴയുടെ കാഠിന്യമല്ല, മറിച്ച് തോടുകൾ ചെളിയും മണ്ണും കളകളും പോളകളും നിറഞ്ഞ് ബ്ലോക്കായി കിടക്കുന്നതാണ്. ഈ പ്രശ്നത്തിനാണ് പരിഹാരം കാണേണ്ടത്. ഇപ്പോൾ കടുത്തുരുത്തി പഞ്ചായത്തിലും തലയോലപ്പുറവിലും മാഞ്ഞൂരിലും വിതയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ കല്ലറയിൽ നൂറുകണക്കിന് ഏക്കർ പാടശേഖരങ്ങൾ ഓരോ ബ്ലോക്കിലും കൊയ്യാതെ ചീഞ്ഞ് നശിച്ച് നാനാവിധമാകുന്ന സാഹചര്യമാണ്. അയ്മനത്താണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 1000-ഓളം ഏക്കർ പാടശേഖരങ്ങൾ കൊയ്യാതെ കിളുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധി അറിയുന്നു. ഇപ്പോൾ വലിയൊരു മാമാങ്കത്തിന് ശേഷം ഈ തിങ്കളാഴ്ചയോടുകൂടി നമ്മുടെ പഞ്ചായത്തുകൾക്ക് ത്രിതല സംവിധാനങ്ങൾക്ക് സാരഥ്യം ഉണ്ടാവുകയാണ്. അപ്പൊ ഇതുവരെ പഞ്ചായത്ത് അനാഥമായിരുന്നോ എന്ന് ചോദിച്ചാൽ അനാഥമല്ലായിരുന്നു. പക്ഷേ അവരുടെ അജണ്ടയിൽ ഇതില്ല.